വളരെ ശ്രദ്ധിച്ച് നേരത്തെ ക്രാഫ്റ്റ് ചെയ്ത പ്രതികരണമാണ് ദിലീപ് അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. എന്നുവെച്ചാൽ ദിലീപിന് നല്ല വ്യക്തതയുണ്ടായിരുന്നു ഈ കേസിൽ നിന്ന് അദ്ദേഹം മോചിതമാകും എന്ന്. 2, അതിജീവിതയ്ക്ക് ഇതുവരെ പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നീതിന്യായ വ്യവസ്ഥയിൽ അവർ ഇപ്പോഴും പ്രതീക്ഷ വച്ചു പുലർത്തുന്നു എന്ന് വേണം അവർ പ്രതികരിക്കാതിരിക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ആദ്യ പ്രതികരണം ആദ്യ നിമിഷങ്ങളിൽ നൽകാതിരിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഇവിടെ അതിജീവിതയ്ക്ക് മാത്രമല്ല സ്റ്റേറ്റിനും നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2, ഇതാദ്യമായിട്ടല്ല അതിജീവിതയ്ക്കും സ്റ്റേറ്റിനും ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടാതിരിക്കുന്നത്. നേരത്തെ 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോയത് നമ്മൾ ഇത്തരുണത്തിൽ ഓർമ്മിക്കണം. 2 തവണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത മേൽക്കോടതികളിൽ പോയപ്പോൾ സ്റ്റേറ്റും ഒപ്പം ഉണ്ടായിരുന്നു, പ്രോസിക്യൂഷനും ഒപ്പം ഉണ്ടായിരുന്നു. അന്നും നിർഭാഗ്യവശാൽ കിട്ടിയില്ല. 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കേസിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല നീതി കിട്ടാതിരിക്കുന്നത്. ഈ കേസിൽ വളരെ മുമ്പ് തന്നെ, അതായത് വിചാരണ ഘട്ടത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനീതിക്ക് നീതി കിട്ടിയിട്ടില്ല. അത് ഈ മെമ്മറി കാർഡ് ദുരുപയോഗിക്കപ്പെട്ടു എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞപ്പോഴാണ്.